നമസ്കാരം. CPM എന്നൊരു രാഷ്ട്രീയ പാർട്ടി ഇല്ലായിരുന്നെങ്കിൽ ഈ നാട് ഇത്രയധികം അധപ്പതിക്കുമായിരുന്നില്ല. എത്രയോ തൊഴിലിടങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ ആ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുമായിരുന്നു. അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുമായിരുന്നു. കമ്മ്യൂണിസം തുളവീണ ട്രൗസർ പോലെ ഉപയോഗമില്ലാത്തതാണെന്ന് ബംഗാളിലെ സഖാക്കൾക്ക് പോലും മനസ്സിലായി. പക്ഷേ നമ്മുടെ നാട്ടിലെ അന്തങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. കമ്മ്യൂണിസം എന്താണെന്നറിയാവുന്ന, ചെങ്കൊടിയെ നെഞ്ചോട് ചേർത്ത് പ്രസ്ഥാനത്തെ വളർത്താൻ ചോരയും നീരും ജീവനും ജീവിതവും കൊടുത്ത പഴയ സഖാക്കൾ ഇന്ന് ഭൂമുഖത്തില്ല. ഉള്ളത് വിജയനെയും ഗോവിന്ദനെയും ഒക്കെ പോലെയുള്ള കാപ്പട കോർപ്പറേറ്റ് മുതലാളിമാരാണ്. സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും പാർട്ടി വിട്ടത് എന്തിനാണെന്ന് ഇപ്പോഴും പാർട്ടിയുടെ ആശ്രിതർക്ക് മനസ്സിലായിട്ടില്ല. പാർട്ടിയെ വിമർശിക്കുന്ന നേതാക്കളുടെ തെമ്മാടിത്തരങ്ങളെ തുറന്നു കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യുന്നത് ഫാസിസ്റ്റ് രീതിയിലാണ്. കണ്ണൂരിൽ പുരുഷോത്തമൻ എന്ന പഴയ സഖാവിനെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറ് CPM ഗുണ്ടകൾ കത്തിച്ചിരുന്നു. ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരിക്കുന്നു. പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസ് പിന്തുണയോടെ വിമതനായി മത്സരിച്ച സഖാവ് V കുഞ്ഞികൃഷ്ണൻ ചില കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊണ്ട് ഒരു കുറിപ്പ് സമൂഹ മാധ്യമത്തിൽ എഴുതിയിട്ടുണ്ട്. ഇപ്പോഴും തലയ്ക്ക് വെളിവ് വീഴാത്ത അന്തം കമ്മികൾ ഇതൊന്ന് കേൾക്കണം. അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ്: V കുഞ്ഞികൃഷ്ണൻ്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുത്തതിൽ പുരുഷോത്തമനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് CPM പുറത്താക്കി. ഇന്നലെ രാവിലെ റിപ്പോർട്ടർ ചാനൽ ബ്രേക്ക് ചെയ്ത വാർത്തയാണിത്. V കുഞ്ഞികൃഷ്ണന് വേണ്ടി പ്രവർത്തിച്ചു. പയ്യന്നൂരിൽ കൂട്ട നടപടിക്കൊരുങ്ങി CPM 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കും. V കുഞ്ഞികൃഷ്ണനെ സഹായിക്കാൻ ഏരിയ കമ്മിറ്റി അംഗം ഉൾപ്പെടുന്ന വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്നും വാർത്തയുടെ തുടർച്ച. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വെച്ച് നടന്ന എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ ഒരു കാഴ്ചക്കാരനായി വന്നതിനാണോ പുരുഷോത്തമനെ CPM പുറത്താക്കിയത്? അല്ലെന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെയെങ്കിൽ ഒരു പൊതുസ്ഥലത്ത് വെച്ച് നടന്ന ആ പൊതുപരിപാടിയിൽ വന്നുപോയ എൻ്റെ പുസ്തകം പരസ്യമായും രഹസ്യമായും വാങ്ങിച്ചു വായിച്ച എത്ര പേരെ പാർട്ടി പുറത്താക്കും? ഈ വിഷയം വ്യക്തിപരമാണ്, വ്യക്തി വൈരാഗ്യപരവുമാണ്. ആശയങ്ങളെ ബലികഴിക്കാനുള്ള പ്രവൃത്തിയും അതിലുപരി പരാജയഭീതി കൊണ്ടും കൂടിയാണ്. നടപടി സംബന്ധിച്ച വാർത്ത സ്വന്തം ആശ്രിതരിലൂടെ വർഗവഞ്ചകർ പുറത്ത് എന്ന തലക്കെട്ടുകളോടെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക വഴി ഇവർ പ്രതിനിധാനം ചെയ്യുന്ന വർഗം മാഫിയ മുതലാളി വർഗമാണെന്ന് ഇവർ തന്നെ വിളിച്ചു പറയുകയാണ്. ഇവർക്ക് വർഗവഞ്ചകൻ കേവലം ഒരു കുഞ്ഞികൃഷ്ണനിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അവരുടെ മുതലാളി വർഗത്തെ വഞ്ചിച്ച, അവർക്കൊപ്പം നിൽക്കാത്ത ഉറച്ച നിലപാടുള്ള കമ്മ്യൂണിസ്റ്റുകാരെല്ലാം ഇവർക്ക് വർഗവഞ്ചകരും കോടാലിക്കൈയും കുലം കുത്തിയും തന്നെയാണ്. ഇവരുടേത് ഏത് കുലമാണ് എന്നതാണ് പക്ഷേ ഇവിടെ വിഷയം. അഴിമതിക്കാരനായ ആരോപണ വിധേയനായ ഒരാളെ തന്നെ പയ്യന്നൂരിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിയാക്കിയതിലുള്ള പ്രതിഷേധമായിരുന്നു അക്ഷരാർത്ഥത്തിൽ എൻ്റെ സ്ഥാനാർത്ഥിത്വം. വിജയമല്ല, പ്രതിഷേധമായിരുന്നു പ്രാഥമികമായ ഞങ്ങളുടെ ലക്ഷ്യം. അഴിമതിക്കെതിരായ സന്ധിയില്ലാത്ത പോരാട്ടത്തിൻ്റെ തുടർച്ച എന്നോണം എൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കൂടി മാത്രമേ സമൂഹത്തിൽ ഞാൻ ഉന്നയിച്ച വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാക്കാൻ സാധിക്കൂ എന്ന് ഞാൻ കരുതി. ആ ലക്ഷ്യത്തിനൊപ്പം നിൽക്കാൻ 2, 3, 5 പേരെ ഉള്ളൂ എന്നും പയ്യന്നൂരിൽ ഒരു ഇലയനക്കം പോലും ഉണ്ടാക്കാൻ എനിക്ക് സാധിക്കില്ലെന്നും പറഞ്ഞവരിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലും ഉണ്ടെന്നിരിക്കെ ഇപ്പോൾ പെട്ടെന്ന് എവിടെ നിന്നാണ് പാർട്ടിക്ക് 5 ലോക്കൽ കമ്മിറ്റി അംഗങ്ങളെയും ഏരിയ കമ്മിറ്റി അംഗത്തെയും ഒക്കെ ഇരയായി കിട്ടിയത്? എന്താണ് പാർട്ടി സ്വയം പറഞ്ഞു വെക്കുന്നത്? ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന പ്രശ്നങ്ങളെ അംഗീകരിക്കുന്ന ഇത്രയും ആളുകൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉണ്ടായിരുന്നുവെന്നോ? അതോ എനിക്ക് പുറമെ ഇവർക്കെല്ലാം സത്യവും അസത്യവും അറിയാമായിരുന്നുവെന്നോ? അപ്പോൾ പിന്നെ എൻ്റെ ആരോപണങ്ങളിലെ അഴിമതിയുടെ കണക്കുകൾ പാർട്ടി മെമ്പർമാരെ അറിയിച്ചിട്ടുണ്ട്, ബഹുജനങ്ങളെ അറിയിച്ചിട്ടുണ്ട് തുടങ്ങിയ ന്യായീകരണങ്ങൾ എന്തിനായിരുന്നു എന്നുകൂടി പാർട്ടി തന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ വിശദീകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള ഇത്രയും ആളുകൾ എനിക്കൊപ്പം നിന്നു എന്നാണ് പാർട്ടി തന്നെ ഇപ്പോൾ പറയുന്നതെങ്കിൽ ഞാനായിരുന്നു ശരിയെന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരവസരം കൂടിയായി അത് മാറിയെന്നല്ലേ ഞാനും ഇന്നാട്ടിലെ ജനങ്ങളും കരുതേണ്ടത്? തെരഞ്ഞെടുപ്പ് ഒരു ജനാധിപത്യ പ്രക്രിയയാണ്. എത്ര കള്ളവോട്ടുകൾ ചെയ്ത് അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയാലും വോട്ട് പെട്ടിയിലാണെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ, ആര് ജയിക്കും തോൽക്കുമെന്ന് അറിയാതിരിക്കുമ്പോൾ, ബൂത്തുകളിൽ എനിക്ക് അനുകൂലമായോ പ്രതികൂലമായോ എത്ര വോട്ടുകൾ രേഖപ്പെടുത്തിയെന്ന് തീർച്ചയില്ലാതിരിക്കുമ്പോൾ എന്തിനാണ് പാർട്ടി ഇത്ര തിടുക്കപ്പെട്ട് വിവിധ വ്യക്തികൾക്കെതിരെ നടപടിയുമായി മുന്നോട്ട് പോകുന്നത് എന്നത് ഏറെ സംശയാസ്പദമായ വിഷയമാണ്. അതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അത് കള്ളവോട്ട് കൊണ്ട് മാത്രം വിജയമുറപ്പിക്കാമെന്ന് കരുതിയ LDF സ്ഥാനാർത്ഥിക്കുണ്ടായ പരാജയഭീതിയും സ്വന്തം സഖാക്കളെ പോലും വിശ്വാസമില്ല എന്നതിൻ്റെ സൂചനയുമാണ്. വർഗരാഷ്ട്രീയം കൈമോശം വന്ന എല്ലാ ഏകാധിപതികളും ആദ്യം അവിശ്വസിക്കുന്നത് തൻ്റെ കൂട്ടാളികളെയാണ്. അതുവരെ അവരനുഭവിച്ച അധികാരത്തിൻ്റെ സുഖം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്തിലായിരിക്കും അവരുടെ തുടർന്നങ്ങോട്ടുള്ള ജീവിതം പോലും. ഇവിടെയും സ്ഥിതി വ്യത്യസ്തമാണെന്ന് ഞാൻ കരുതുന്നില്ല. തങ്ങളുടെ മുതലാളിത്ത വർഗ താൽപ്പര്യങ്ങൾക്ക് ഭാവിയിൽ വിലങ്ങുതടിയായേക്കാവുന്ന കമ്മ്യൂണിസ്റ്റുകാരെ വെട്ടിനിരത്തുക എന്ന ഉദ്ദേശത്തിൽ നിന്നുള്ള പ്രവൃത്തി കൂടിയാണിത്.
അഴിമതിയെ തുറന്നു കാണിക്കാൻ, പാർട്ടിക്കുള്ളിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ സാധ്യതകൾ തുറന്നു കാണിക്കാൻ മറ്റൊരു വി കുഞ്ഞികൃഷ്ണൻ ഉണ്ടാവരുത് എന്ന ചിന്തയാണ് ഇതിൽ പ്രബലമായിട്ടുള്ളത്. നാളെ ഒരാൾ പയ്യന്നൂരിലെ CPM നേതൃത്വം വ്യക്തി താൽപ്പര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കുന്നതെന്നും ഈ വ്യക്തികൾക്ക് വളരെ കൃത്യമായി റിയൽ എസ്റ്റേറ്റ് കൊട്ടേഷൻ മാഫിയകളുമായി ബന്ധമുണ്ടെന്നും പറയാനുള്ള സ്ഥിതി ഉണ്ടാവരുത് എന്ന ലക്ഷ്യമാണ് ഇതുവഴി മറനീക്കി പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു, എനിക്ക് വേണ്ടി സംസാരിച്ചു, എൻ്റെ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു എന്നതൊക്കെ അവർക്ക് ഇഷ്ടമില്ലാത്ത വ്യക്തികളെ പുറത്താക്കാനുള്ള കേവല ന്യായീകരണങ്ങൾ മാത്രമാണ്. ഈ അവസരത്തിൽ എനിക്ക് ഉന്നയിക്കാനുള്ള ചോദ്യം ഇതാണ്: ആർക്കെതിരെ നടപടിയെടുത്താലും പാർട്ടിയെ സ്നേഹിക്കുകയും പാർട്ടിക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്ത യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരായ മനുഷ്യർക്കൊക്കെ വോട്ടെണ്ണലിന് ശേഷം പാർട്ടി എന്ത് വിശദീകരണമാണ് നൽകാൻ പോകുന്നത്? ചില വ്യക്തികൾക്ക് വേണ്ടി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ പാർട്ടിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് കളയുമ്പോൾ അവർ മറുപടി അർഹിക്കുന്നില്ല എന്നാണോ പാർട്ടിയുടെ പുതിയ സംഘടനാ തത്വം? ഇത് കേവലം ഒരു അച്ചടക്ക നടപടിയല്ല. ചിലർക്ക് ഇഷ്ടമില്ലാത്ത, അവർക്ക് അനഭിമതരായ ആളുകളെ വളരെ കൃത്യമായി ഫോക്കസ് ചെയ്ത് പിന്നാലെ കൂടി ഇല്ലാതാക്കുന്ന കെട്ടകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിന് നിലവിലെ പയ്യന്നൂരിൻ്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തെ മുൻനിർത്തി എൻ്റെ പേരും പുസ്തകവും ഉപയോഗിക്കുന്നു എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ ഈ നേതൃത്വം തെളിയിക്കണം, ഇപ്പോൾ പുറത്താക്കിയ വ്യക്തിയും ഇനി പുറത്താക്കപ്പെടാൻ പോകുന്ന വ്യക്തികളും എനിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ തെളിവുകൾ. ഇതൊരു വെല്ലുവിളിയായി കണക്കാക്കണ്ട, കാലത്തിൻ്റെ ആവശ്യമായും ആ മനുഷ്യരുടെ അവകാശമായും കണക്ക് കൂട്ടിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് കുഞ്ഞികൃഷ്ണൻ തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഈ പറഞ്ഞത് പാർട്ടിയുടെ എതിരാളികളല്ല, പതിറ്റാണ്ടുകളായി പാർട്ടിയിൽ പ്രവർത്തിച്ച, പാർട്ടിയെ വളർത്തി വലുതാക്കുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച ഒരു മനുഷ്യനാണ്. ശരിയേതെന്നും തെറ്റേതെന്നും നിങ്ങൾക്കറിയാം, പക്ഷേ തെറ്റിനൊപ്പം നിന്നാലേ നിങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ. അതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ജനവിഭാഗം ഇവിടെയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടിരിക്കുന്ന ഒരു ജനവിഭാഗം. അവർ പ്രതികരിച്ചാൽ അത് നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. 10 or 100 പേരെ നിങ്ങൾക്ക് ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിക്കാം, അതിലേറെ പേരെ അപവാദം പറഞ്ഞ് പ്രചരിപ്പിച്ചും പിന്തിരിപ്പിക്കാം. പക്ഷേ അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകൾ വേറെയുണ്ട് എന്ന് ചിന്തിക്കണം. ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്.